ഒരു നല്ല പുസ്തകം 1000 സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് നമ്മുടെ നല്ല ചങ്ങാതിമാരായിരുന്നു പുസ്തകങ്ങൾ. അറിവിനും ആനന്ദത്തിനുമൊക്കെ പുസ്തകങ്ങളെയാണ് നാം ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ന്യൂ ജനറേഷൻ, പുതിയ തലമുറയിലെ കുട്ടികൾ വായനയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടോ? വായിച്ചു വളരുവാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി ജ്യോതിയൻസിന്റെ ഒരു എളിയ ശ്രമം, കരയുന്ന പുസ്തകങ്ങൾ. സഹൃദയരെ, ആരാലും വായിക്കപ്പെടാതെ അവഗണനയുടെ ഷെൽഫുകളിൽ പൊടിപിടിച്ച് മാറാല പുതപ്പ് ചുറ്റി ചിതലുകൾക്ക് തീറ്റയായി മാറിക്കൊണ്ടിരിക്കുന്ന അറിവിന്റെ സൂക്ഷിപ്പുകാരായ പുസ്തകങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനു വേണ്ടി ഞങ്ങൾ ഈ നാടകം സവിനയം സമർപ്പിക്കുന്നു. കരയുന്ന പുസ്തകങ്ങൾ. പാഠപുസ്തകങ്ങൾ കാണും നേരം കാക്കും കഷായം കുടിച്ച പോലെ ഓമനപ്പൂമുഖം പാടിടുന്നേ, ചെഞ്ചുണ്ടിൽ പുഞ്ചിരി മാങ്ങിടുന്നേ. ഓമനപ്പൂമുഖം പാടിടുന്നേ, ചെഞ്ചുണ്ടിൽ പുഞ്ചിരി മാങ്ങിടുന്നേ. ഇവൻ ഉണ്ണിക്കുട്ടൻ, ആന മടിയൻ. പുസ്തകങ്ങൾ കണ്ടാൽ ഇവൻ അപ്പോൾ തന്നെ ഉറക്കം വരും. ദേ നോക്കിയേ, ഞങ്ങളുടെ താളുകളും പുറംചട്ടകളും കീറി. ഉണ്ണിക്കുട്ടന് ഞങ്ങളുടെ കാര്യത്തില് ഒരു ശ്രദ്ധയുമില്ല. പാറ്റകളും ചിതലുകളും ഞങ്ങളെ കാർന്നു തിന്നുന്നു. അക്ഷരങ്ങളിലെ അറിവുകൾ ജീവികൾക്ക് ഭക്ഷണമായും പൊടിയായും നശിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഞങ്ങൾക്ക് ഉണ്ണിക്കുട്ടനെ വളരെ ഇഷ്ടമാണ്. എന്നെങ്കിലും ഞങ്ങളുടെ സ്നേഹം അവൻ തിരിച്ചറിയുമെന്ന് കരുതി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങൾ ഉണ്ണിക്കുട്ടന്റെ പുസ്തകങ്ങൾ, കരയുന്ന പുസ്തകങ്ങൾ. അയ്യോ അമ്മേ, പാമ്പ്! അയ്യോ പാമ്പ്, പാമ്പ്! അമ്മേ, അയ്യോ പാമ്പ്! അമ്മേ! എന്താ 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 മോനെ? എന്താ ഉണ്ണിക്കുട്ട? എന്താ മോനെ? പാമ്പ് ഒന്നല്ല, കൊറേ പാമ്പ് പത്തി വിടർത്തി ചീറ്റുന്ന വിഷസർപ്പങ്ങള്. കൊറേ പാമ്പോ? ഈ മുറിയിൽ എങ്ങനെയാ പാമ്പ് വരുന്നേ? നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. അയ്യോ, സ്വപ്നായിരുന്നോ? ഞാൻ വിചാരിച്ചു ശരിക്കും പാമ്പായിരിക്കും. ഓ എടാ, ചെന്ന് പല്ല് തേച്ചിട്ട് ചായ കുടിക്കടാ. ഈ ചായ കുടിക്കാൻ എന്തിനാ അമ്മേ ഞാൻ പല്ല് തേക്കണേ? ഇത്ര വലിയ ആന പല്ല് തേക്കണില്ല. പിന്നല്ലേ ഈ ചെറിയ ഉണ്ണിക്കുട്ടൻ. ഓ ദൈവമേ, ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു. പോയിരുന്ന് പഠിക്കാൻ നോക്കണ ചക്ക. ആരാണാവോ ഈ പഠിത്തം കണ്ടുപിടിച്ചത്? അവനെങ്ങാനും എന്റെ കൈ കിട്ടിയ ഞാൻ അവനെ ചവിട്ടി കൂട്ടി അവന്റെ പദം വരുത്തിയേനെ. കുഞ്ചിയമ്മയ്ക്കഞ്ചു മക്കളാണേ, അഞ്ചാമനോമന കുഞ്ചുവാണേ. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു എന്ന പേരും വന്നു. ടൺ ടടൺ 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 ടൺ ടൺ ടടൺ 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 ടൺ. ഈ പാട്ടാണോടാ നിനക്ക് പഠിക്കാനുള്ളത്? അമ്മയ്ക്കു ഈ പാട്ടറിയായിരുന്നോ? അമ്മയ്ക്ക് മാത്രമല്ലടാ, ഈ മുത്തശ്ശനും അറിയാം ഈ പാട്ട്. നിന്നെന്നു ഞാൻ
വേദന അറിയിക്കാതെ കുട്ടികളെ വളർത്തുമ്പോഴാ അവര് വഴി തെറ്റിപ്പോണേ. നീ ആ പുസ്തകങ്ങതാ, നിന്നെ ഞാൻ പഠിപ്പിക്കാം. വേണ്ട മുത്തശ്ശ, ഞാൻ പഠിച്ചോളാം. ഞാനേ നിന്നെ പോലെ കുറെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളതാ. നീ ആ പുസ്തകം ഇങ്ങതാ, ഞാൻ നിന്നെ പഠിപ്പിക്കാന്നേ. അതെ, ഇത് മുത്തച്ഛൻ പഠിപ്പിച്ച കാലഘട്ടത്തിലെ പഠനമല്ല, ഇതാണ് ന്യൂ ജനറേഷൻ പഠിപ്പ്. യോ യോ. നിനക്കറിയോ, നിന്നെ പോലെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ചിട്ടുണ്ട് ഈ മുത്തച്ഛൻ. നീണ്ട 36 വർഷം. അതില് എഞ്ചിനീയറുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, വക്കീലന്മാരുണ്ട്, IAS ഓഫീസറുമുണ്ട്. ആ കള്ളം ഭാസ്കരനെയും കുടിയും വാസുവിനെയും മുത്തച്ഛൻ തന്നെയല്ലേ പഠിപ്പിച്ചത്? ഇവനെന്ന് ഞാൻ ഇവിടെ നിൽക്കണം. നിന്നോടാ പറഞ്ഞത് എനിക്ക് ഓർമ്മ വയ്യാത്ത ഇവിടെ നിൽക്കണം. എന്റെ ദൈവമേ, മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവനെ ശരിയാക്കാൻ പഠിച്ച പണി 18 നോക്കി, എന്നിട്ടും രക്ഷയില്ല. ഈശ്വരോ രക്ഷ. ഈ മുത്തശ്ശൻ ഈ വയസ്സാം കാലത്ത് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കുത്തിയിരുന്നാ പോരെ? ഹോ, എന്നെ കണ്ട അപ്പ തുടങ്ങും പഠിക്കേ പഠിക്കേ പഠിക്കേന്ന്. അയ്യോ, ഇന്ന് മാത്സ് ടെസ്റ്റ് പേപ്പർ ഉണ്ട്. ഷോ, ഉണ്ണിക്കുട്ടാ, എന്റെ പേര് മാക്സ്. എന്നെ കുറിച്ച് പഠിക്കാൻ എന്ത് എളുപ്പാണെന്നറിയോ? ഇത്ര ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചു നോക്ക്. ഈ മാത്സ് കൂട്ടലും കുറയ്ക്കലും ഹരിക്കലും എത്ര പഠിച്ചിട്ടും എന്റെ തല കേറുന്നില്ല. ഇംഗ്ലീഷ് പഠിക്കാം. We shall overcome. 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 We shall overcome someday. ഉണ്ണിക്കുട്ട, നീ വായിക്കുന്നത് മുഴുവൻ തെറ്റാ. ഇങ്ങനെ പഠിച്ചാൽ എങ്ങനെ നിന്റെ തലയിൽ കയറും? നീ ഒരു താളത്തിൽ, ഈണത്തിൽ ഒന്ന് പാടി നോക്കിയേ. We shall over, we shall over, we shall over. Sho. We shall overcome. We shall overcome. We shall overcome someday. ഈ മാത്സ്, ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ, ഇതൊന്നും എത്ര പഠിച്ചിട്ട് എന്റെ തല കേറുന്നില്ല. ഉണ്ണിക്കുട്ട, പുസ്തകം തുറന്നു വെച്ചോണ്ട് സ്വപ്നം കാണുന്നോ? പഠിച്ചു പഠിച്ച് സമയം പോയത് അറിഞ്ഞില്ല അമ്മേ. ഈ നിലയ്ക്ക് പോയാ ഞാൻ ആരെങ്കിലുമൊക്കെ ആയി തീരും. ഉവ്വ്, നീ ആരെങ്കിലുമൊക്കെ ആയി തീരും. നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടാലും മതി. അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല. വേഗം പോയി കുളിച്ച് റെഡിയാവാൻ നോക്ക്. സ്കൂൾ ബസ് ഇപ്പൊ വരും. എന്റെ ദൈവമേ, ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. ഇവനെ രാവിലെ സ്കൂളിൽ വിടണമെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പാട് സഹിക്കണം. സ്കൂളിൽ ചെന്നാലോ എന്നും തല്ലും വഴക്കും. പഠിക്കണമെന്ന് എന്തെങ്കിലും ഒരു വിചാരം വേണ്ടേ? അതെങ്ങനെയാ? ഏതു നേരം TV, മൊബൈലും, അല്ലെങ്കിൽ കളിസ്ഥലത്ത്. അദ്ദേഹം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കാശ് മുഴുവൻ ഇവന്റെ പഠനത്തിന് വേണ്ടി ചെലവാക്കി. എടിയേ, നീ ഇതാരോടാ
ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ സംസാരിക്കണേ? ഞാൻ നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ കാര്യം ഓർത്തു പോയതാ. അവന് പഠനത്തിൽ ഒരു ശ്രദ്ധയുമില്ല. എങ്ങനെ ശ്രദ്ധയുണ്ടാവാനാ? പണ്ടൊക്കെ കുട്ടികൾക്കൊരു അവധി കിട്ടിയ വായനശാലയും പുസ്തകങ്ങളും എന്ത് രസായിരുന്നു. എന്നാലിപ്പോഴോ TV, ഇന്റർനെറ്റ്, മൊബൈല്, ഇതിലൊന്നും നന്മയില്ലെന്നല്ല, നന്മയേക്കാൾ ഉപരി ഒളിച്ചിരിക്കുന്ന തിന്മകളാ. ഇനി എന്റെ ഉണ്ണിക്കുട്ടനെ നന്നാക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യും എന്റെ ദൈവമേ? ഇനി എൻ്റെ ഉണ്ണിക്കുട്ടനെ നന്നാക്കാൻ പുസ്തകങ്ങൾക്കേ കഴിയൂ. നല്ല പുസ്തകങ്ങൾ എൻ്റെ ഉണ്ണിക്കുട്ടനെ നേർവഴിക്ക് നയിക്കും. ഇത് എൻ്റെ ഉണ്ണിക്ക് നൽകാൻ മുത്തശ്ശൻ്റെ സ്നേഹ സമ്മാനം. ഉണ്ണിക്കുട്ട, ഞാൻ നിന്റെ പ്രിയപ്പെട്ട കൊച്ചു TV ജാക്കി ജാൻ ഇപ്പൊ തുടങ്ങും. നീ എന്നെ നോക്കിയേ. ഞാൻ നിനക്ക് ഒരുപാട് കൂട്ടുകാരെ പരിചയപ്പെടുത്തി തരാം. ബെൻഡൻ, ഹാംഗ്രി ബേർഡ്, ജാക്കി ജാൻ, പോക്കിമാൻ, അങ്ങനെ ഒത്തിരി ഒത്തിരി കൂട്ടുകാരെ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ സിൻഡ്രല്ലയാ. I love my Cinderella. I love my Cinderella. I love my Cinderella. ഉണ്ണിക്കുട്ട, നിനക്ക് വലിയ ക്രിക്കറ്റ് കളിക്കാരനാവണ്ടേ? സച്ചിനെ പോലെയും ധോണിയെ പോലെയും ബാറ്റ് ചെയ്യണ്ടേ? ഉണ്ണിക്കുട്ടൻ 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 6 4 ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ട, ഞാൻ നിന്റെ പ്രിയപ്പെട്ട മൊബൈല്, നിന്നെ ഇന്റർനെറ്റ് കാത്തിരിക്കുന്നു. ഫേസ്ബുക്കിൽ കയറണ്ടേ? നിന്റെ കൂട്ടുകാരുമൊത്ത് നിനക്ക് ചാറ്റ് ചെയ്യണ്ടേ? വീഡിയോ ഗെയിമുകളും മൊബൈൽ സൈറ്റുകളും നിനക്ക് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നു. ഉണ്ണിക്കുട്ട, ദാ നോക്കിയേ. ഹായ്. ദേ, ഒരു സമ്മാനപ്പൊതി. ഇതാരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ആ, ഏതായാലും തുറന്നു നോക്കാം. ഛേ, പുസ്തകോ? ഇതാണോ സമ്മാനം? ഹ. ഉണ്ണിക്കുട്ട, നീ എങ്ങോട്ടായി പോകുന്നേ? കളിക്കാൻ. നിനക്ക് നാളെ പരീക്ഷയല്ലേ? ഇന്ന് നീ കളിക്കണ്ട. കളിക്കേണ്ട സമയത്ത് കളിക്കണം. പഠിത്തം രാത്രി ആയാലും മതി. തർക്കുത്തരം അല്ലാതെ എന്ത് പറയാൻ? വൈകുന്നേരം 6 മണിക്ക് കിടന്നുറങ്ങുന്നവനാ രാത്രി ഇരുന്ന് പഠിക്കാൻ പോണെ. ഈ വലിച്ചെറിഞ്ഞ പുസ്തകത്തിന്റെ വില എൻ്റെ ഉണ്ണി എന്നെങ്കിലും മനസ്സിലാക്കും. ഇതാരാ വീണ്ടും എടുത്തു വെച്ചേ?
എന്താ ഉണ്ണിക്കുട്ട? എന്നെ കൊല്ലും, കൊന്നു തിന്നും. ആര്? കടുവ, പുലി, സിംഹം, എല്ലാരും ഉണ്ട്. നീ സ്വപ്നം കണ്ടതാ. ഉണ്ണിക്കുട്ട, പ്രാർത്ഥിച്ച് കിടന്നുറങ്ങ്. കരയുന്ന പുസ്തകങ്ങളോ? അതെ, കരയുന്ന പുസ്തകങ്ങൾ. ആരും കൈകൾ കൊണ്ടൊന്ന് തൊടുക പോലും ചെയ്യാതെ ചിതലരിച്ചും പൊടി പിടിച്ചും നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകം പുസ്തകങ്ങൾ ഇന്ന് ഈ ലോകത്തുണ്ട്. ഉണ്ണിക്കുട്ട, നിന്റെ കൈകൾ കൊണ്ട് എന്നെ ഒന്ന് എടുത്തേ. നീ എന്റെ താളുകൾ ഒന്ന് മറിച്ചു നോക്കി. അധ്യായം 1. തെരുവിലെ മാണിക്യം. ഉണ്ണിക്കുട്ട, ഞാൻ എബി എന്ന എബ്രഹാം ലിങ്കൺ. എൻ്റെ കുട്ടിക്കാലത്ത് കനത്ത ദാരിദ്ര്യത്തിലും ഞാൻ പുസ്തകങ്ങളെ സ്നേഹിച്ചു. കടം വാങ്ങിയ പുസ്തകങ്ങൾ തെരുവ് വിളക്കിൻ്റെ വെട്ടത്തിരുന്ന് ഞാൻ പഠിച്ചു. പുസ്തകങ്ങളിലൂടെ എനിക്ക് കിട്ടിയ അറിവാണ് എന്നെ അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കണാക്കി മാറ്റിയത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. അധ്യായം 2. ബെഞ്ചമിൻ എന്ന ഫ്രാങ്ക്ലിൻ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പട്ടിണി മൂലം 4 തവണ എൻ്റെ പഠിപ്പ് മുടങ്ങി. വിശപ്പ് സഹിക്കാനാവാതെ കരഞ്ഞു തളർന്നുറങ്ങുമ്പോഴും ഞാൻ എൻ്റെ പാഠപുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഞാൻ പുസ്തകങ്ങളെ സ്നേഹിച്ചപ്പോൾ പുസ്തകങ്ങൾ എന്നെ ലോക പ്രശസ്തനായ എഴുത്തുകാരൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാക്കി മാറ്റി. നോബൽ സമ്മാന ജേതാവ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അധ്യായം 3. കുറവുകളെ നിറവുകളാക്കിയ പെൺകുട്ടി. ഞാൻ നിന്നോട് സംസാരിക്കുന്നത് ബ്രെയിൻ ലിപിയാണ്. കണ്ണു കാണാതെയും കാത് കേൾക്കാതെയും സംസാരിക്കാതെയും ജീവിച്ച എന്നിൽ അറിവിനോടുള്ള തീരാത്ത ആഗ്രഹം ബ്രെയിൻ ലിപിയുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. കഴിവുകൾ കുറവായിരുന്ന എനിക്ക് വിജയിക്കാനായെങ്കിൽ ആയിരക്കണക്കിന് കഴിവുകളുള്ള നിനക്ക് തീർച്ചയായും ജയിക്കാനാവും. പുസ്തകങ്ങളെ സ്നേഹിച്ചാൽ എനിക്കും ജീവിതത്തിൽ വിജയിക്കാം. നിന്നെയും കാത്ത് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഈ ലോകത്തുണ്ട്. കഥകളിലൂടെയും കവിതകളിലൂടെയും ലേഖനങ്ങളിലൂടെയും നോവലുകളിലൂടെയും അനേകം കാര്യങ്ങൾ നിനക്കിനിയും പഠിക്കുവാനുണ്ട്. പുസ്തകങ്ങളെ നെഞ്ചിലേറ്റി അറിവിന്റെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറും. എവിടെ എബ്രഹാം ലിങ്കൺ? എവിടെ എവിടെ ഫ്രാങ്ക്ലിൻ? എവിടെ എവിടെ ഹെലൻ കെല്ലർ? ഞാൻ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നോ? I is equal to P into R by 100 into N. I is equal to P into R by 100 into N. I is equal to P into R by 100 into N. We shall overcome. We shall overcome. We shall overcome some days.
We shall overcome. We shall overcome. We shall overcome someday. പുസ്തകങ്ങളെ സ്നേഹിച്ചാൽ എന്തെളുപ്പ പഠിക്കാൻ. ഇനി മുതൽ പുസ്തകങ്ങളാ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. ഇപ്പോഴാണ് എൻ്റെ ഉണ്ണി യഥാർത്ഥ കൂട്ടുകാരെ കണ്ടെത്തിയത്. ഇതൊരു കുട്ടിക്കഥയല്ല. നമുക്ക് ചുറ്റും ഒരുപാട് പുസ്തകങ്ങൾ കരയുന്നുണ്ട്. ഈ നാടകം മരണത്തിൽ നിന്ന് വായനയിലൂടെ ഒരു പുസ്തകത്തെയെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പ്രചോദനമാകട്ടെ. ഉത്തമനായൊരു ഉണ്ണിയുണ്ടേ, ഉണ്ണിക്കു പേരുണ്ണിക്കുട്ടനെന്നേ. ഉത്തമനായൊരു ഉണ്ണിയുണ്ടേ, ഉണ്ണിക്കു പേരുണ്ണിക്കുട്ടനെന്നേ. പാഠപുസ്തകങ്ങൾ കാണും നേരം ഉറ്റച്ചങ്ങാതിയെ കാണും പോലെ ഓമനപ്പൂമുഖം മിന്നി മിന്നി ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂവിടർന്നേ. ഉത്തമനായൊരു ഉണ്ണിയുണ്ടേ, ഉണ്ണിക്കു പേരുണ്ണിക്കുട്ടനെന്നേ. അറിഞ്ഞതോ ഒരു തുള്ളി, അറിയാത്തതോ കടലോളം. അറിവിന്റെ പടവുകൾ കീഴടക്കുന്നവൻ വിജയം നേടും.